തൃശൂർ പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വരിവരിയായി റോഡ് മുറിച്ചു കടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിലാണ്. രാവിലെ പിള്ളത്തോട് പാലത്തിന് സമീപമാണ് സംഭവം. പുതുക്കാട് തോട്ടത്തിലേക്ക് സഞ്ചരിച്ച കാട്ടാനക്കൂട്ടത്തിലാണ് കുട്ടിയാനയടക്കം 6ഓളം ആനകൾ ഉണ്ടായിരുന്നത്. റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ വാഹനയാത്രികരാണ് പകർത്തിയത്. ആനകൾ കടന്നു പോകുന്നത് കണ്ട് നിരവധി വാഹനങ്ങൾ സുരക്ഷിത അകലം പാലിച്ചു നിർത്തിയ ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത്. പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായതിനാൽ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പാലപ്പിള്ളി മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമായി കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ കടക്കാതിരിക്കാൻ വനപാലകരും നാട്ടുകാരും പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശല്യത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. കാട്ടാനകൾ തോട്ടങ്ങളിലേക്ക് നിരന്തരം എത്തുന്നത് തൊഴിലാളികളുടെ ജോലി പോലും ബാധിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകുന്നവർ വലിയ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായി വനാതിർത്തി മേഖലകളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്ഥിരം പട്രോളിംഗും ഏർപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യത്തിന് അടിയന്തരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്. ബി.ജെ.പിയുടെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. വഖഫ് ബോർഡ് ഏത് സർക്കാരിന്റേതാണെങ്കിലും എതിർപ്പില്ലെന്നും നിയമങ്ങൾ പാലിച്ചായിരിക്കണം ബോർഡ് പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരി 4 മുതൽ എടുത്ത വഖഫ് തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്നും ബി.ജെ.പി. മുസ്ലിം സമൂഹത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന കാര്യം മുസ്ലിം ലീഗ് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ നിമിഷം വരെയും സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിധി അങ്ങേറ്റം സ്വാഗതാർഹമാണ്. ബോർഡ് ആരുടെ വരണമെന്നൊന്നും ബി.ജെ.പി. പറഞ്ഞിട്ടില്ല. വഖഫ് അമെൻമെന്റ് പ്രകാരമുള്ള നിയമം പാലിച്ചുകൊണ്ടേ പ്രവർത്തിക്കാവൂ. അതേ ഉള്ളൂ. വഖഫ് ബോർഡിൽ എത്ര അംഗങ്ങൾ വരണം, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് അംഗങ്ങൾ ആരായിരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണ്ട. ബി.ജെ.പി. അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ദ റെസ്റ്റ് 2 മെമ്പേഴ്സ് വിൽ ബി അപ്പോയിന്റഡ് ഷോർട്ട്ലി എന്നാണ് ഫെബ്രുവരി മാസം 4-ാം തീയതി അന്നത്തെ പിണറായി സർക്കാർ പുറത്തെടുത്ത ഗസറ്റ് പബ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിനെതിരെ ഒരു നീക്കമായി വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണ്. അതിന് ബി.ജെ.പി. നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. ബി.ജെ.പിക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല. കുറേ കാലമൊക്കെ സമുദായങ്ങളെ പറ്റിക്കാൻ കഴിയും. പക്ഷേ ഒരു കാരണവശാലും അവർക്ക് ഈ നിയമം പാലിക്കാതെ വഖഫ് ബോർഡിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആത്യന്തികമായി ഇതിൻ്റെ വിജയം ഞങ്ങൾ പറയുന്നിടത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്.